ബിരിയാണി മേടിച്ചാലോ? കാശൊന്നും ഇല്ലടാ, എനിക്ക് മെസ്സേജ് ഇല്ല. മണി ഉണ്ടോ മോനെ? എപ്പോഴും ഈ മണിയുടെ വിചാരമേ ഉള്ളോ? മോനെ മണി ഉണ്ടോന്നല്ല, മോനെ ഉണ്ടോ, മോൻ കഴിച്ചോന്ന്. ഓ, സ്വന്തം മുഖം വലുതാക്കിയിരുന്നെങ്കിൽ കാണും. അമ്മ എന്ത് രസം മോനെ ഇതിനകത്ത് കാണാനാ. എടാ നീ വെക്ക, ശ്രീകുട്ടൻ വിളിക്കുന്നു ജർമ്മനിന്ന്. യൂറോയ്ക്കൊക്കെ എന്ത് ഡിമാൻഡാ. ആ മോനെ, അമ്മയുടെ മോൻ പറ, അമ്മയുടെ പേഴ്സിൽ കൊറേ വെക്കാൻ തരുന്നില്ല യൂറോ. ഒരു വല്ല പണി നോക്കി. ഏറ്റില്ല. ഇതിലിപ്പോ ഏതാ ദിറഹവാ. കല്യാണമൊക്കെ നോക്കണ്ടായോ? ഇന്നലെ അയച്ച പച്ചസാരി സിംഗിൾ ആണോ? അല്ലടാ, വിത്ത് ബ്ലൗസും കൂടെ ഉണ്ട്. സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ഗൾഫിലുള്ള രായന്റെ ഭാര്യ ശാരി ഇല്ലയോ, അവൻ മരിച്ചിട്ട് എന്ത് സന്തോഷത്തിലാ. വീടുപണി വരെ കഴിഞ്ഞ്. അമ്മ, അവർക്ക് മര്യാദക്ക് ജീവിക്കാനല്ലേ 2 കോടി പുള്ളി മരിച്ചപ്പോ കിട്ടിയത്. എവിടുന്നു അവൻ ഇത്രയും പൈസ സമ്പാദിച്ചു വെച്ചിട്ടാണോ പോയത്? ഒന്നും അല്ല, ആ ചേട്ടൻ ഗൾഫിലായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചായിരുന്നു. അതിന്റെ പൈസ അവർക്ക് കിട്ടിയത്. ഇത്രയും പൈസ കിട്ടാൻ എന്തായാലും നല്ല തുക അടച്ചു കാണും. അത്രയ്ക്കൊന്നുമില്ല, ഇത് ഞാനും എടുത്തിട്ടുണ്ട്. എൻ്റെ ബയോയിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. മാസം 679 രൂപയ്ക്കൊക്കെ പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പുറം നാട്ടിനേക്കാൾ 30-50% വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാൻ പറ്റി. ഞാൻ വർഷം പ്രീമിയം അടയ്ക്കുന്നതുകൊണ്ട് 5% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇതൊക്കെ എടുത്തു വെച്ചാൽ മരണപ്പെട്ടാലും പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷെ പൈസ കൈ കിട്ടണമെങ്കിൽ കുറെ കഷ്ടപ്പെടും. ഇല്ലമ്മേ, ക്ലെയിമിന്റെ കാര്യത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പനി വരാതെ പണിയെടുത്തോ, പണയം വെച്ചിട്ടാ പോയത്. ഓ, അവനും കട്ട് ചെയ്തു. ഉള്ള ദർഹവും പോയി. ഇനി ഇന്ത്യൻ മണി വല്ലതും നോക്കാം.